അയ്യോ ഇല്ല, കൂടുതലൊന്നും അച്ഛൻ പറഞ്ഞുമില്ല. രഘുവേട്ടൻ ചോദിച്ചുമില്ല. അച്ഛൻ പഞ്ചരത്നത്തിലുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ എത്രയും വേഗം അവിടെ ചെന്ന് അച്ഛനെ കാണുകയല്ലേ വേണ്ടത്. അതെ, അതാ എന്റെ ശരി. അച്ഛൻ പഞ്ചരത്നത്തിൽ സുരക്ഷിതനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ബാക്കിയൊക്കെ സാവകാശം ചോദിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിലും മാഷിനെ പോലെയുള്ള ഒരാളെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ, അദ്ദേഹത്തിന് പറയാനുള്ളത് ആ സമയമാകുമ്പോ അദ്ദേഹം പറയും. എന്തായാലും ശബരേട്ടൻ അച്ഛനൊന്ന് വിളിക്ക്. നമ്മള് വിവരം അറിഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അയ്യോ ശബരി, വേണ്ട. എപ്പോ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെന്താ ചേച്ചി, അച്ഛന് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ആരുടെയെങ്കിലും കസ്റ്റഡിയിലാണോ? എന്റെ ഈ സംശയം അതാ. അനുചേച്ചി ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭാനുമേ, എണ്ണയും തിരയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടേ. ശരി മക്കളെ. അനുചേച്ചി ഒന്നും പറഞ്ഞില്ല. നിങ്ങളിന്നൊക്കെ ഞാൻ എന്ത് മറച്ചു വെക്കാനതായേ? ഞാനിതുപോലെയാ നമ്മുടെ രഘുവേട്ടനെ സംശയിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാ സത്യം. അച്ഛന്റെ ഫോണ് കംപ്ലൈന്റാ, അത് വർക്ക് ചെയ്യുന്നില്ല. രാവിലെ അമ്പലത്തിൽ വന്ന് സെക്രട്ടറിയുടെ ഫോണിന്നാ അച്ഛൻ രഘുവേട്ടനെ വിളിച്ചത്. രഘുവേട്ടനും അമ്പിളിച്ചേച്ചി അവിടെ എത്തിയ ഉടനെ നമ്മളെല്ലാവരും അച്ഛനെ കൊണ്ട് വിളിപ്പിക്കും. അതുപോരെ? അത് മതി. അതിലപ്പുറം വേറെ എന്താ വേണ്ടത്? മല പോലെ വന്നത് മഞ്ഞു പോലെ ഉരുകിയെന്ന് സമാധാനിക്കും മക്കളെ. അതെ, അച്ഛൻ സുഖമായിരിക്കുന്നു അറിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമല്ലേ. ശരിയാ.